1.5 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്ന് ബാഗിനുള്ളിലാക്കി വെക്കുക. ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാൻ മൃതദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുക. സ്വന്തം കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരമടങ്ങുന്ന ബാഗുമായി പള്ളിയിലേക്ക് വന്നു കയറിയ ആ സ്ത്രീയുടെ ആവശ്യം ഇതായിരുന്നു: മരിച്ചവർക്കായി കുർബാന ചൊല്ലണം. മഴുകൊണ്ടടിച്ചും കത്തികൊണ്ട് വെട്ടിയും കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചും സ്വന്തം കുഞ്ഞടക്കം 5 കൊലപാതകങ്ങൾ നടത്തിയ ശേഷം തന്റെ പാപക്കറ കഴുകിക്കളയാനായി പള്ളിമുറ്റത്തേക്ക് കയറി വരുമ്പോൾ ആ സ്ത്രീ അറിഞ്ഞിരുന്നില്ല ദൈവം തനിക്കായി കാത്തുവെച്ചിരുന്ന ആ ദുർവിധി. പള്ളി വികാരിയുടെ മുന്നിൽ തന്റെ ആവശ്യം അറിയിക്കുമ്പോൾ അവരുടെ വിറയാർന്ന കൈകളിലുണ്ടായിരുന്ന പേഴ്സിനുള്ളിൽ നിറയെ പണമായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ പെൺവഴികളിൽ കൂടത്തായി കൊലക്കേസിലെ ജോളിയെ ക്രൂരതയുടെ പ്രതിരൂപമായി മുദ്രകുത്തുമ്പോൾ അതിനു മുൻപ് തന്നെ കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലയുടെ പെൺരൂപമാണ് ഇടുക്കിക്കാരിയായ ലൂസി. കേരളത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആദ്യ വനിത. കേരള പോലീസിന്റെ പഴയ ക്രൈം ഫയലുകൾ ലൂസിയുടെ പേരുള്ള നിറമങ്ങിയ താളുകൾക്ക് 51 വർഷത്തെ പഴക്കമുണ്ട്. കേരളത്തിലൊരു സ്ത്രീ പ്രതിസ്ഥാനത്തെത്തുന്ന കൂട്ടക്കൊലകളിൽ ആദ്യത്തെ പേരുകാരിയാണ് ലൂസി. ഭർത്താവിനെയും മക്കളെയും ക്രൂരമായി കൊല്ലാൻ ലൂസിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഇത്രമാത്രം ക്രൂരത സ്വന്തം കുടുംബത്തോടക്കം ചെയ്യാൻ എന്താണ് ലൂസിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വർഷം 1968 ഫെബ്രുവരി മാസം. ഇടുക്കി തൊടുപുഴയിലുള്ള മാറിക പള്ളിയിലേക്ക് കയ്യിൽ കരുതിയ വലിയൊരു ബാഗുമായി ലൂസി നടന്നു കയറുന്നു. പള്ളിയിലെ അൾത്താരയിൽ ഉണ്ടായിരുന്ന വികാരിയെ കാണുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആദ്യ കാഴ്ചയിൽ തന്നെ ആ പള്ളി വികാരി തന്നെ കാണാനെത്തിയ ആ സ്ത്രീയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത ശ്രദ്ധിച്ചു. അവരുടെ ആവശ്യം ഇതായിരുന്നു: മരിച്ചവർക്കായി ഒന്ന് കുർബാന കൂടണം. പേഴ്സിൽ നിറഞ്ഞ നോട്ടുകൾക്കിടയിൽ നിന്നും ഒരു പിടി വാരിയെടുത്ത് അവർ ആ വികാരിയച്ഛന് നേരെ നീട്ടി. എവിടെ നിന്നാണ് ഇത്രയും പണം എന്ന ചോദ്യത്തിന് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പണവും താൻ കയ്യിൽ കൊണ്ട് നടക്കുന്നു എന്നായിരുന്നു മറുപടി. താൻ കൊണ്ടുവന്ന ബാഗ് തുറക്കരുതെന്ന നിർദ്ദേശം വികാരിയച്ഛന് നൽകി ആ സ്ത്രീ പ്രാർത്ഥിക്കാനായി പള്ളിക്കുള്ളിലേക്ക് കടന്നുപോയി. ബാഗ് തുറക്കരുതെന്ന കർശന നിർദ്ദേശവും ലൂസിയിൽ കണ്ട ഭാവ വ്യത്യാസങ്ങളും ബാഗ് തുറന്നു നോക്കാൻ തന്നെ ആ വികാരിയെ പ്രേരിപ്പിച്ചു. അങ്ങനെ കപ്പ്യാരെ വിളിച്ച് ബാഗ് തുറപ്പിച്ച അദ്ദേഹം കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ ബാഗിൽ ഒരു കുഞ്ഞിന്റെ ശരീരം ഒടിച്ചു മടക്കി വെച്ചിരിക്കുന്നു. മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു. ദേഹമാസകലം സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ നിലയിലുള്ള ആ ശവശരീരത്തിൽ നിന്നും മൃതദേഹം അഴുകിയ ഗന്ധവും സുഗന്ധദ്രവ്യങ്ങളുടെ തീക്ഷ്ണമായ ഗന്ധവും ആ പള്ളി പരിസരമാകെ വ്യാപിച്ചു. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ലൂസിയുടെ മകളായ ബീനയായിരുന്നു സ്വന്തം അമ്മയുടെ ക്രൂരതയ്ക്കിരയായി ആ ബാഗിലുണ്ടായിരുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപം പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു മാറികത്തടത്തിൽ വീട്ടിൽ ജോസഫ്. 55 വയസ്സുകാരനായ ജോസഫിന്റെ രണ്ടാം ഭാര്യയാണ് 32 വയസ്സുകാരിയായ ലൂസി. ജോസഫിന്റെ ആദ്യ ഭാര്യയിലെ മക്കളായ 16 വയസ്സുകാരനായ ജോസും 11 വയസ്സുള്ള ലൂക്കോസും പിന്നെ ജോസഫിന് ലൂസിയിലുണ്ടായ 7 വയസ്സുകാരൻ പയസും 1.5 വയസ്സുകാരി ബീനയും അടങ്ങുന്നതായിരുന്നു അവരുടെ കുടുംബം. തൊടുപുഴയിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ലൂസി. പക്ഷേ തന്റെ നിലവിലെ ജീവിതത്തിൽ ലൂസി ഒട്ടും സംതൃപ്തിയായിരുന്നില്ല. 1968 ഫെബ്രുവരി 7 തൊടുപുഴയിലെ സ്കൂളിൽ നിന്നും മലമ്പുഴയിലേക്ക് വിനോദയാത്ര പോയി വന്നതായിരുന്നു ജോസഫ്. പിറ്റേ ദിവസം ആരും ജോസഫ് മാഷിനെ കണ്ടില്ല. ഒരുപക്ഷെ വിനോദയാത്ര കഴിഞ്ഞെത്തിയ ക്ഷീണത്തിൽ വീട്ടിൽ വിശ്രമിക്കുകയായിരിക്കുമെന്നാണ് സഹപ്രവർത്തകർ അടക്കം കരുതിയിരുന്നത്. സ്കൂളിന്റെ താക്കോൽ പതിവായി കൈവശം വെക്കുന്നത് ജോസഫാണ്. അങ്ങനെ സ്കൂളിന്റെ താക്കോൽ വാങ്ങാൻ ജോസഫിന്റെ വീട്ടിലെത്തിയ സ്കൂളിലെ അധ്യാപകൻ ജോസഫ് മാഷിനെ അന്വേഷിച്ചു. മാഷി വീട്ടിൽ നിന്ന് ആഗതരോട് അറിയിച്ച ലൂസി സ്കൂളിന്റെ താക്കോൽ അവരുടെ കൈവശം കൊടുത്തയച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജോസഫ് മാഷിനെ സ്കൂളിലേക്ക് കണ്ടില്ല. തുടർന്ന് സ്കൂൾ അധികൃതരും സഹപ്രവർത്തകരും വീണ്ടും ജോസഫിനെ അന്വേഷിച്ച് വീട്ടിലെത്തി. എന്നാൽ ഇത്തവണ ലൂസിയിലെ ക്രൂരതയുടെ മുഖംമൂടി അവിടെ അഴിഞ്ഞു വീണു. അസ്വാഭാവികമായുള്ള ലൂസിയുടെ പെരുമാറ്റവും മുറ്റത്തെ വൈക്കോൽ കൂനയും സഹപ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചു. അസഹനീയമായ രൂക്ഷഗന്ധം അവിടെയാകെ തളം കെട്ടി നിന്നിരുന്നു. വീട്ടുമുറ്റത്തെ വൈക്കോൽ കൂന നീക്കം ചെയ്ത് അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. 2 വൈക്കോൽ കറ്റകൾക്കിടയിലും 4 മൃതശരീരങ്ങൾ. ജോസഫിന്റെയും ആദ്യ ഭാര്യയിലെ മക്കളടക്കം അയാളുടെ 4 മക്കളുടെയും അഴുകി തുടങ്ങിയ മൃതദേഹങ്ങൾ. അതിൽ 2 ആൺമക്കളുടെ മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കവും ഉണ്ടായിരുന്നു. കൊലപാതകം അറിഞ്ഞ് കൂടുതൽ ആളുകൾ എത്തുന്നതിന് മുൻപ് തന്റെ സ്വന്തം ചോരയായ 1.5 വയസ്സുകാരി ബീനയും കൊന്ന് ബാഗിലാക്കി വീടിന് പിന്നിലൂടെ ലൂസി പള്ളിയിലേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ പള്ളിയിലെത്തിയ ലൂസിയുടെ ബാഗിനുള്ളിലെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ട വികാരിയച്ഛനും കപ്പ്യാരും പോലീസിനെ വിവരമറിയിച്ചപ്പോഴാണ് ലൂസി എന്ന കൊടും കുറ്റവാളിയുടെ കഥകൾ പുറം ലോകം അറിയുന്നത്. ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് പൈശാചികമായി ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിനെ അലട്ടിയിരുന്നത്. സ്വന്തം പങ്കാളിയുടെയും മക്കളുടെയും ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണമായി ലൂസിക്ക് പറയാനുണ്ടായിരുന്നത് ഒന്നു മാത്രമാണ്: ഭർത്താവ് ജോസഫിനോടും അയാളുടെ ആദ്യ ഭാര്യയിലെ മക്കളായ ജോസ്, ലൂക്കോസ് എന്നിവരോടുമുള്ള കടുത്ത വിരോധമാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്നായിരുന്നു ലൂസി പോലീസിനോട് പറഞ്ഞത്. ആ വിരോധത്തിന്റെ കാരണവും അവൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തി. തനിക്ക് സ്ത്രീധനമായി ലഭിച്ച സ്വത്ത് ഭർത്താവും ഭർത്തൃ സഹോദരനും ചേർന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ പേരിൽ സ്വന്തം സഹോദരൻ ജോയിയെ അവർ മർദ്ദിച്ചു. ഇതായിരുന്നു ലൂസിയിലെ പക ആളിക്കത്തിച്ചത്. തന്നെ ഭർത്താവ് ജോസഫ് സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും
ഭർത്ത സഹോദരന്റെ വാക്കുകേട്ടുള്ള ഭർത്താവിന്റെ മർദ്ദനമാണ് ഈ കൊലപാതകങ്ങൾക്ക് തന്നെ പ്രേരിപ്പിച്ചതെന്നും പിടിക്കപ്പെട്ടതിനു ശേഷം ലൂസി കോടതിയിൽ മൊഴി നൽകി. ലൂസിയുടെ മൂത്ത മകനായ പയസ് ജോസഫിനൊപ്പം മലമ്പുഴയിൽ വിനോദയാത്രയ്ക്ക് പോയിരുന്നു. ഇരുവരും തിരികെ വരുമ്പോഴേക്കും ജോസഫിന്റെ മറ്റു 2 മക്കളെ ലൂസി കൊന്നുകഴിഞ്ഞിരുന്നു. കാരണം ആ മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. വിനോദയാത്ര കഴിഞ്ഞ് തിരികെ എത്തിയ തന്റെ മകനെയും ഭർത്താവിനെയും കൂടി അവർ ക്രൂരമായി കൊല ചെയ്തു. അടുക്കള ഭാഗത്ത് വെച്ചാണ് ഭർത്താവിനെയും മകനെയും ലൂസി കൊലപ്പെടുത്തിയത്. ജോസഫിന്റെ മൃതദേഹത്തിൽ 10 വെട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. തലയും മുഖവും ചതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ടായിരുന്നു ജോസഫിനെ വെട്ടിയതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. സ്വന്തം മകനെ വെട്ടിയത് മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചായിരുന്നു. 1.5 വയസ്സുകാരി ബീന സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചു എന്നായിരുന്നു ലൂസി ആദ്യം പോലീസിന് നൽകിയ മൊഴി. താൻ ചെയ്ത കൂട്ടക്കൊല പുറം ലോകം അറിയാതിരിക്കാൻ അതിവിദഗ്ധമായിരുന്നു ലൂസി പദ്ധതികൾ ആവിഷ്കരിച്ചത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവിന്റെയും മക്കളുടെയും രക്തം പുരണ്ട ഷീറ്റും പായും വസ്ത്രങ്ങളുമെല്ലാം കത്തിച്ചു കളഞ്ഞു. കൊലപാതകത്തിനിടയ്ക്ക് ചുമരിൽ വീണ രക്തക്കറകളും മറ്റും മായ്ച്ചു കളഞ്ഞു. വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കോടാലികളും കത്തിയും മറ്റും കഴുകി വൃത്തിയാക്കി. മുറിക്കുള്ളിൽ പരക്കെ വ്യാപിച്ച രക്തത്തിന്റെ രൂക്ഷഗന്ധം മാറ്റാനായി കാട്ടുപുല്ലിന്റെ കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ് മുറിയിൽ തളിച്ചു. ഇത്രയും വിദഗ്ധമായ ഒരു സ്ത്രീക്ക് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്നുറപ്പിച്ച പോലീസ് ലൂസിയുടെ സഹോദരനെയും കൂട്ടുപ്രതിയാക്കി. കേസ് കോടതിയിലെത്തിയെങ്കിലും അയാളെ പ്രതിയാക്കി ചിത്രീകരിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂസിയുടെ സഹോദരൻ ജോയിയെ കോടതി വെറുതെ വിടുകയായിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രതിയായ ലൂസിയെ വീണ്ടും വീണ്ടും വിസ്തരിക്കുമ്പോഴും ഒറ്റ കാരണമായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നത്: ഭർത്താവിനോടും കുട്ടികളോടുമുള്ള കടുത്ത വിരോധം. ജോസഫിനോടുള്ള ദേഷ്യവും അയാളുടെ ആദ്യ ഭാര്യയിലെ മക്കളോടുമുള്ള വെറുപ്പുമൊക്കെ ലൂസിയിലെ കുറ്റവാളിയെ ഉണർത്തി. പക്ഷെ സ്വന്തം കുഞ്ഞുങ്ങളോട് എന്തിനീ ക്രൂരത ചെയ്തു എന്നൊരു ചോദ്യവും ഉയർന്നിരുന്നു. അതിനും ലൂസിക്ക് മറുപടി ഉണ്ടായിരുന്നു. ജോസഫിൽ നിന്നുള്ളതാണ് തന്റെ കുഞ്ഞുങ്ങൾ എന്നതായിരുന്നു അവരെയും ക്രൂരമായി കൊലപ്പെടുത്താൻ ലൂസിയെ പ്രേരിപ്പിച്ചത്. അമ്മ എന്ന വിശേഷണം പോലും ലൂസി അർഹിച്ചിരുന്നില്ല. കാരണം ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും മാതൃസഹജമായ രീതിയിൽ ലൂസി പെരുമാറിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1968 ഓഗസ്റ്റ് 26 എറണാകുളം സെഷൻസ് കോടതി ഈ കേസിന്റെ അന്തിമ വിധി പറഞ്ഞു. കണ്ണില്ലാത്ത ഈ ക്രൂരതയ്ക്ക് വധശിക്ഷയായിരുന്നു അന്ന് കോടതി ലൂസിക്ക് വിധിച്ചത്. കേരളത്തിൽ ആദ്യമായ ഒരു വനിതയെ തൂക്കിലേറ്റാനുള്ള സുപ്രധാന വിധി. തന്നെ തൂക്കിലേറ്റാനാണ് വിധിച്ചതെന്ന് അറിഞ്ഞിട്ടും കോടതി മുറിയിലുണ്ടായിരുന്ന ലൂസിയിൽ ലവലേശം പോലും ഭാവമാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. കോടതി വിധിക്ക് പിന്നാലെ അപ്പീലിന് പോയ ലൂസിയുടെ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമായി മാറി. ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്നിറങ്ങിയ ലൂസിയെ തേടി ആരും വന്നിരുന്നില്ല. യാതൊരു ദയാവായ്പുമില്ലാതെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ അടക്കം തന്റെ കുടുംബത്തെ ഒന്നാകെ കൊന്നുതള്ളിയ ലൂസിയെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ പോലും തയ്യാറായില്ല എന്നതാണ് വാസ്തവം. ജയിൽവാസവും ബന്ധുക്കളിൽ നിന്ന് പോലുമുള്ള കുത്തുവാക്കുകളും ഒറ്റപ്പെട്ടുള്ള ജീവിതവും ലൂസിയെ തകർത്തു കളഞ്ഞു. ജീവിതത്തിൽ ഒറ്റയ്ക്കായ ലൂസി തുടർന്നൊരു അനാഥാലയത്തിൽ അഭയം തേടിയെന്നാണ് പിന്നീട് വന്ന വാർത്തകൾ. അതിനുശേഷം അവരെ പറ്റിയുള്ള കഥകൾ ആരും പറഞ്ഞിട്ടില്ല, ആരും തിരക്കിപ്പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തെ ഒന്നാകെ നടുക്കിയ ലൂസി മരണപ്പെട്ടോ എന്നതിലും വ്യക്തതയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ പെൺകുറ്റവാളി എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാം ലൂസിയെ. കാരണം അത്രത്തോളമായിരുന്നു അവൾ സ്വന്തം കുടുംബത്തോട് ചെയ്തു വെച്ചത്. ജയിൽവാസത്തിന് ശേഷം ഒരു കഥകളും ബാക്കി വെക്കാതെ ലൂസി മറന്നെങ്കിലും കേരള പോലീസിന്റെ ക്രൈം ഹിസ്റ്ററിയിൽ ഇന്നും മായാതെ കിടക്കുന്ന പേരാണ് ഇടുക്കിക്കാരി ലൂസിയുടെ പേര്.